എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലേണിംഗ് ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യത്തിലും ഒരു ഓർഗനൈസേഷൻ്റെ കാര്യത്തിലും എത്രത്തോളം പ്രസക്തമാണ്. ഇൻഡിവിജ്വൽ ലേണിംഗ് ഓർഗനൈസേഷൻ ലേണിംഗ് ആയി മാറുമോ, അതിനുവേണ്ടി എന്താണ് ചെയ്യാനുള്ളത് എന്ന വിഷയത്തെ പറ്റിയാണ്. കാരണം ഓരോ ഇൻഡിവിജ്വൽസും ലേണിംഗ് എന്ന് പറയുന്നൊരു കൾച്ചർ കൊണ്ടുവന്നാലാണ് ഈ ഓർഗനൈസേഷൻ ലേണിംഗ് എന്ന് പറയുന്നൊരു സംസ്കാരത്തിലേക്ക് ആ സ്ഥാപനത്തെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് സഹായകരമായ ഒരു 4I ഫ്രെയിംവർക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പല സ്ഥാപനങ്ങളും ആഗ്രഹിക്കുന്ന കാര്യം ലേണിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആവണം, സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ലേൺ ചെയ്യണം, ഗ്രോ ചെയ്യണം എന്നൊക്കെയുള്ളതാണ്. അങ്ങനെ ഇൻഡിവിജ്വൽസ് ലേൺ ചെയ്ത് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ ഓർഗനൈസേഷൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ എത്തുമെന്നുള്ളതാണ് ഈ ഒരു ഫ്രെയിംവർക്ക് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം നടക്കേണ്ട ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വലി ഈ ഒരു ലേണിംഗ് നടക്കണമെങ്കിൽ ഓരോ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് ആ ഗ്രൂപ്പ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ആളുകൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ലേണിങ്ങിന് പ്രസക്തിയുണ്ട്. നമ്മുടെ മീറ്റിങ്ങുകളിൽ നമ്മുടെ ഡിസ്കഷനുകളിലൊക്കെ അത്തരം പ്രവൃത്തി കൊണ്ടുവരണം. ചില ആളുകളൊക്കെ രാവിലെ മോർണിംഗ് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യും. ആ മോർണിംഗ് മീറ്റിങ്ങിൽ ഒരു ചെറിയ അജണ്ടയായിട്ട് എന്തെങ്കിലും ലേൺ ചെയ്ത കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. മാറി മാറി ഓരോ ആളുകളും പ്രസൻറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ചിലർ ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിങ്ങുകളിലായിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവിടെ തന്നെ ഓരോരുത്തരും നിർബന്ധമായി ഈ പ്രോസസ്സിലൂടെ കടന്നു പോകാൻ വേണ്ടി ചില കാര്യങ്ങൾ പഠിക്കും, മനസ്സിലാക്കും, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ശ്രദ്ധയപ്പെടും. അങ്ങനെയൊക്കെ ലേണിംഗ് നടക്കുന്ന അവസ്ഥയുണ്ട്. നമുക്ക് ഇത് 3 ലെവലിൽ, ഒരു ഇൻഡിവിജ്വൽ ലെവലിലും ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലും ഓർഗനൈസേഷൻ ലെവലിലും ഇത് എഫക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഈ പറഞ്ഞ 4I ഫ്രെയിംവർക്ക് വഴിയാണ്. എന്താണ് അതെന്ന് നോക്കാം. ആദ്യത്തെ I എന്ന് പറയുന്നത് ഇൻഡ്യൂസിങ് എന്ന് പറയുന്ന ഏരിയ ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ലേൺ ചെയ്യണമെന്ന ഓർഗനൈസേഷൻ പറയുന്നതിന് മുമ്പ് തന്നെ പ്രീ കോൺഷ്യസ് റെക്കഗ്നീഷൻ എന്ന് പറയും. നമ്മൾ ആ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ആണ്. ഒരു ഇൻഡിവിജ്വൽ തന്നെ എൻ്റെ ഗ്രോത്തിന്, എൻ്റെ കമ്പനിയുടെ ഗ്രോത്തിന്, ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രോത്തിന് പഠനം ആവശ്യമാണ്, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണെന്ന ചിന്താഗതിയിലേക്ക് എത്തുന്നത് തന്നെ ആദ്യ പാർട്ടാണ്. 2 ഇൻ്റർപ്രറ്റിംഗ് ആണ്. അതായത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പല വാക്കുകൾ വഴി, ആക്ഷൻസ് വഴി, ഇൻസൈറ്റ് വഴി, ഐഡിയാസ് വഴി അവരവരെ തന്നെയും ഡിപ്പാർട്ട്മെൻറ്റിനെയും കമ്പനീനെയൊക്കെ ബോധ്യപ്പെടുത്തുകയാണ് ലേണിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അത് പലപ്പോഴും HR ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നൊരു ആക്ടിവിറ്റി ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ട് പല സെഷൻസും ട്രെയിനിങ്ങുകളും ട്രെയിനേഴ്സിനെയൊക്കെ കൊണ്ടുവന്നായിരിക്കും ആളുകളിലേക്ക് ഈ അവബോധം എത്തിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഇൻ്റഗ്രേറ്റിംഗ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ അകത്ത് ഈ ഇൻഡിവിജ്വൽസിനും ഡിപ്പാർട്ട്മെൻറ്റ് ഗോൾസിനും എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ലേണിംഗ് പ്രോസസ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകളും ഇന്ന് LMS പ്ലാറ്റ്ഫോമുകൾ, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ ഒരു സോഫ്റ്റ്വെയർ തന്നെ സ്ഥാപനങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ചില പ്രോഗ്രാമുകൾ അവരുടെ ജോലിയുടെ കൂടെ ഇത്ര സമയത്തിൽ ഓരോ കോഴ്സ് ചെയ്തിരിക്കണം, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതിനായിരിക്കും ചിലപ്പോൾ അവരുടെ അപ്രൈസലിലൊക്കെ വേരിയബിൾ പേ കിട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ കരിയർ ഗ്രോത്തിന് ഇത് ആവശ്യമാണ്. ഇങ്ങനത്തെ ഇൻ്റഗ്രേഷൻസ് നടത്തും. ആൻഡ് ഫൈനലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസിങ് എന്ന് പറയുന്ന ഏരിയ ആണ്. അതായത് നമ്മൾ ഈ റൂട്ടീനായിട്ട് നടക്കുന്ന ആക്ഷൻസ് എല്ലാം കണക്ട് ചെയ്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ടാസ്കുകൾ ഡിഫൈൻ ചെയ്ത് ആക്ഷൻസ് സ്പെസിഫൈ ചെയ്ത് ഒരു ഓർഗനൈസേഷണൽ മെക്കാനിസം ഉണ്ടാക്കുകയാണ്. നമ്മുടെ കമ്പനിയിൽ എങ്ങനെയാണ് ഈ ലേണിംഗ് കൾച്ചർ പോകുന്നത്, എത്ര കാലഘട്ടത്തിനിടയിൽ എത്ര ട്രെയിനിങ്ങുകൾ ഉണ്ടാവും, എത്ര കോഴ്സസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ എത്ര സെമിനാർ അറ്റൻഡ് ചെയ്യണം, എന്ത് വർക്ക്ഷോപ്പിന് പോകണം. ഇതൊക്കെ ഇന്ന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, IT കമ്പനികൾ കാണുന്നുണ്ട്. പല കമ്പനികളും അല്ലാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നാലുണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഫീഡ് ഫോർവേഡ് ആൻഡ് ഫീഡ്ബാക്ക്, ഈ 2 സിസ്റ്റവും നടക്കും. ഫീഡ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് നല്ല അഭിപ്രായങ്ങൾ എത്തും, ഗ്രൂപ്പിൽ നിന്ന് ഓർഗനൈസേഷനിലേക്ക് എത്തുന്ന അവസ്ഥ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡ്യൂസിങ്, ഇൻ്റർപ്രറ്റിംഗ്, ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസിങ് എന്ന് പറയുന്ന രീതിയിൽ പോകുന്നത് ഫീഡ് ഫോർവേഡാണ്. ഫീഡ്ബാക്കോ ഇതൊക്കെ ലേണിംഗ് നടക്കുമ്പോൾ ഓർഗനൈസേഷൻ ടു ഗ്രൂപ്പ് അഥവാ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഇൻഡിവിജ്വൽ, ഇങ്ങനെ ഫീഡ്ബാക്ക് വരുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന പാരാമീറ്ററിൽ നിന്നും ഇൻ്റഗ്രേഷൻ നടക്കും, ഇൻ്റർപ്രിറ്റേഷൻ നടക്കും, ഇൻഡ്യൂസിങ് നടക്കും. അപ്പോൾ ആ സ്ഥാപനത്തിൽ വരുന്ന ഏതൊരാളും ലേൺ ചെയ്യണം എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു ക്യാപ്ഷൻ പോലൊരു വാക്കുണ്ട് HR ഡിപ്പാർട്ട്മെൻറ്റിൽ, ലേൺ മോർ ടു ഏൺ മോർ എന്നുള്ളത്. ലേൺ ചെയ്യുന്ന സത്യത്തിൽ എന്തിനാണ്? ഏൺ ചെയ്യാൻ നിങ്ങളുടെ വേണ്ടിയിട്ടാണ്. ഏണിങ്ങുമായിട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ലേൺ ചെയ്യാനുള്ള താല്പര്യം കൂടും. അങ്ങനെ വരുമ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. നമ്മുടെ ഈ ലേണിംഗ് പ്രോസസ്സിൻ്റെ അകത്ത് ഈ ഓരോ കാര്യങ്ങളും വ്യക്തമായി തന്നെ നടക്കുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കി ഈ 4 കാര്യങ്ങൾക്കും പ്രസക്തി കൊടുക്കുക. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കൾച്ചറാക്കി മാറ്റുക. ലേൺ ചെയ്താൽ അതുവഴി ഏൺ ചെയ്യാനും അതുവഴി ഗ്രോ ചെയ്യാനും പറ്റുമെന്നുള്ളത് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പോളിസി ആക്കി കൊണ്ടുവന്നാൽ ആ ഓരോ ആളുകളും ലേണിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അവർ ഫ്ലെക്സിബിളാവും, അഡാപ്റ്റബിളാവും, പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കും. സ്ഥാപനത്തിലേക്ക് വേണ്ടി അതിൻ്റേതായ ഒരു ഔട്ട്പുട്ട് അവർക്ക് നൽകാൻ പറ്റും. അതുവഴി
ഓർഗനൈസേഷനും ശക്തമായ ഗ്രോത്തും ഓർഗനൈസേഷൻ ഫ്രഷായിട്ടുള്ള ലേൺഡായിട്ടുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള ഓർഗനൈസേഷനുമായി മാറും. അപ്പോൾ അതുകൊണ്ട് ലേണിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. താങ്ക് യു.